നിന്റെ ആത്മാവിങ്ങെടുക്കടാ എന്ന് വലിച്ചു ബഹളം പിടിച്ചുകൊണ്ടാണ് ഈ മലക്കുകൾ അവനെ സമീപിക്കാൻ വരിക. ബാസിത്തു ഐദിയഹും അഖ്രിജൂ അൻഫുസകും. നബിയേ, ആ രംഗം വലൗ തറാ അങ്ങ് കണ്ടിരുന്നെങ്കിൽ ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായിക, മലക്കുകൾ ഇവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് അവർ അടിക്കും പ്രഹരിക്കും, അവരുടെ മുതുകത്ത് അടിക്കും പ്രഹരിക്കും. അവരിങ്ങനെ വല്ലാണ്ട് നിലവിളിച്ച് കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു രംഗം വലോ തറ നബിയെ അങ്ങ് കണ്ടിരുന്നെങ്കിൽ, സഹിക്കാൻ പറ്റൂല. നബി അങ്ങ് കണ്ടിരുന്നെങ്കിൽ വലോ തറ രണ്ട് പറയും اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وبما كنتم تستكبرون وبما كنتم تكسبون. അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്തതൊക്കെ നീ പറഞ്ഞില്ലേ, നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ വന്നില്ലല്ലോ, അതിന്റെ ഒക്കെ പരിഹാരം നിനക്ക് ദാ ഇപ്പൊ തരാൻ പോവുകയാണ്. ഇപ്പൊ കണ്ടോ, ഇപ്പൊ പിടിച്ചോ, ഇതാ പിടിച്ചോ. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ രംഗം വീട്ടുകാർക്ക് കാണാൻ പറ്റൂല. നമ്മളിങ്ങനെ കിടക്കും, വല്ലാത്ത അവസ്ഥയായിരിക്കും. ആ സമയത്ത് മലക്കുകൾ വന്ന് നമ്മളോട് കാണിക്കുന്ന ഓരോ രംഗങ്ങളാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻ വനഹ്നു അഖറബു ഇലൈക്കും. അല്ലാഹു തആല പറയാണ്, അവന്റെ റൂഹ് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ വഅൻതും ഹീനഇദിൻ തൻളറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരിയല്ലേ? മരിക്കാറായി കിടക്കുന്നവന്റെ അരികത്ത് നമ്മളെല്ലാവരും വാപ്പാടെ അടുക്കൽ, വാപ്പ മരിക്കാൻ പോവാ, നമ്മളെല്ലാരെയും വിളിച്ചിരുത്തിയൊക്കെ ഓതും, ദുആ ചെയ്യും. വാപ്പായും മലക്കളും തമ്മിലുള്ള ബന്ധം, അവസ്ഥ എന്തെന്നറിയാൻ പറ്റുമോ? വല്ലാത്ത പിടുത്തവാ മോനെ, വല്ലാത്ത പിടുത്തവാ. റസൂലുള്ളാഹിയെ പോലും വെറുതെ വിട്ടോ? റസൂലുള്ളാഹിയെ പോലും പിടിച്ചപ്പോ റസൂലുള്ളാഹി ദുആ ചെയ്തെന്താ? അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ്, ആത്മാവിനെ നീ പിടിക്കുന്നത് മിനൽ അസബി വൽ ഖസബി വൽ അനാമിലി. അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത്ത് വഹവ്വിൻഹു അലയ്യ. അല്ലാഹ്, നീ മജ്ജയിൽ നിന്നും, മജ്ജയും മാംസത്തിൽ നിന്നും, എല്ലുകളെ പൊരിഞ്ഞിരിക്കുന്ന മാംസത്തിൽ നിന്നും, ആ എല്ലിനകത്തുള്ള മജ്ജയിൽ നിന്നും, വിരലിന്റെ അറ്റങ്ങളിൽ നിന്നും, ഓരോ വിരലുകളുടെ അഗ്രത്തിൽ നിന്നുമാണ് നീ റൂഹ് പിടിക്കുന്നത്. അല്ലാഹ്, അത് സഹിക്കാൻ കഴിയില്ല. അല്ലാഹുമ്മ ഫഅഇന്നി, എന്നെ ഒന്ന് സഹായിക്കണേ അല്ലാഹ്. നബിതങ്ങളാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവോട് യാചിക്കുകയാണ്, കെഞ്ചുകയാണ് അവസാനത്തെ സമയത്ത്. അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത്ത്, അല്ലാഹ് എന്നെ ഒന്ന് സഹായിക്കല്ലാ. വഹബ്ബിൻഹു അലയ്യ, ആ സക്കറാത്ത് എളുപ്പമാക്കി താ അല്ലാഹ്. ലോകത്തിന്റെ ഗുരുഭൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തോട് മല്ലടിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി ദുആ ചെയ്തതാണ്, വേദന സഹിക്കവയ്യാതെ ദുആ ചെയ്തതാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദ് സക്കറാത്തുൽ മൗത്ത്, മുഹമ്മദിന്റെ മേലെ സക്കറാത്തുൽ ഹാൽ, സക്കറാത്തുൽ മൗത്ത് ഒന്ന് എളുപ്പമാക്കി താ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ ദുആ ചെയ്തെങ്കിൽ മലക്കുകളുടെ ആ രംഗം, ആ വിരൂപമായ രൂപം, ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മലക്കുകൾ ആ വരുന്ന രംഗം, ഫയഅതിയാനിഹി, അവനിലേക്ക് മലക്കുകൾ വരും. അവന്റെ രണ്ട് കണ്ണിൽ, ആ മലക്കുകളുടെ മുഖത്ത് അവന്റെ രണ്ട് തേറ്റപ്പല്ലുകൾ കൊമ്പുപോലത്തെ പല്ലുകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ട് നേരെ അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇല്ല പിടിക്കല്ലേ, അല്ലാഹുമ്മ അഖിർനി. അവിടെ നമ്മൾ കുറെ ദുആ ചെയ്യും എന്റെ സുഹൃത്തെ. ആ ദുആയും കൂടെ കേട്ടിട്ട് നമുക്ക് പ്രസംഗം നിർത്താം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും അല്ലാഹുവിനോട്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാന്റെ ദർബാറിൽ നമ്മൾ നിൽക്കുമ്പോൾ, അവനെ നേരിൽ കാണുമ്പോൾ നമ്മൾ അവനോട് കെഞ്ചി ചോദിക്കുന്ന 4 രംഗങ്ങളുണ്ട്. കെഞ്ചി ചോദിക്കും. ഈ സമയത്തൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. എന്തെല്ലാം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് നമ്മൾ പോയിട്ട് കഞ്ചും. ഒന്നാമതായി അവനോട് യാചിക്കും പോയി, റബ്ബനാ അമതന സ്നതൈൻ
فأحييتنا اثنتين فاعترفنا بذنوبنا فهل إلى خروج من سبيل. തീർന്നു, ഞാൻ നിർത്താൻ പോയാണ്. ഈ ഒരു 4 സന്ദർഭം ഒന്നും മനസ്സിലാക്കിയാൽ ഇനിയെങ്കിലും അമൽ ചെയ്യാൻ തോന്നുമല്ലോ. അള്ളാന്റെ അടുക്കൽ യാചിക്കുന്ന രംഗം, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ യാചിക്കുന്ന രംഗം. വെറുതെ എന്തിനാ വാത് കേൾക്കുന്നത്, വെറുതെ എന്തിനാ പ്രസംഗം കേൾക്കുന്നത്, എന്തിനാ നോമ്പ് പിടിക്കുന്നത്, എന്തിനാണ് നമസ്കരിക്കുന്നത്, എന്തിനാണ് താലീമിൽ പങ്കെടുക്കുന്നത്? അള്ളാന്റെ അടുക്കൽ പോയി യാചിക്കേണ്ട ഒരു അവസ്ഥ വരല്ലേ? ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് മനസ്സിലാക്കണം. അള്ളാന്റെ അടുക്കൽ പോയി നമ്മൾ യാചിക്കുന്ന 4 സന്ദർഭം ഹദീസിൽ വരുന്നത്. അള്ളാഹുവോട് പോയി പറയും നമ്മളെല്ലാം, നഅൂദുബില്ല, ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അള്ളാഹു. എന്താ ആമീൻ പറയാ? തുറക്കം വരുന്നോ? അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഉൾപ്പെടുത്തിയ പോയി, തീർന്ന്, പീസായി പോയി, ഒരു രക്ഷയില്ല. അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആ 4 രംഗം, ആ 4 രംഗം ദുആ ചെയ്യാണ് പടച്ചവനോട്, രക്ഷയ്ക്ക് വേണ്ടി യാചിക്കാൻ. റബ്ബനാ അമതന اثنتين فأحييتنا اثنتين فاعترفنا بذنوبنا فهل إلى خروج من سبيل. അല്ലാഹുവേ, നീ 2 പ്രാവശ്യം ഞങ്ങളെ ജീവിപ്പിച്ചു, 2 പ്രാവശ്യമായി ഞങ്ങളെ മരിപ്പിച്ചു. അല്ലാഹുവേ, നീ നേരത്തെ ഞങ്ങളെ മരിപ്പിച്ചു, ഇപ്പോൾ നീ ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ഫഅതറഫ്നാ ബിദുനൂബിനാ. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, കൊടും അപരാധം പ്രവർത്തിച്ചവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അള്ളാന്റെ അടുക്കൽ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം അല്പസമയം അള്ളാഹു തരുമ്പോൾ ആ അല്പസമയം പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ. ഫഅതറഫ്നാ ബിദുനൂബിനാ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു അല്ലാഹ്. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. ഞങ്ങളെ ഒന്ന് ഇറക്കി വിടുമോ അല്ലാഹ്, ഒന്ന് ഇറക്കി വിടുമോ അല്ലാഹ്, ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരു പഴുതു തരുമോ അല്ലാഹ്. അല്ലാഹുവിന്റെ ആദ്യമായി നമസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, പള്ളിയുമായി ബന്ധമില്ല, ജമാഅത്ത് നമസ്കാരവുമായി പങ്കാളിയല്ല, അവർ അല്ലാഹുവിന്റെ അടുക്കൽ പോയി കെഞ്ചുന്ന രംഗമാണ് ഹദീസിൽ വരുന്നത്. റബ്ബനാ അമതന സനതൈൻ ഫഅഹ്യൈതന സനതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. എന്തേ ഇപ്പൊ നിങ്ങളിപ്പോ കിടന്ന് പൊട്ടിക്കെത്തരിക്കുന്നത്? എന്തേ നിങ്ങളിപ്പോൾ അട്ടഹസിക്കുന്നത്? നിങ്ങളെ അള്ളാഹിലേക്ക് ക്ഷണിച്ചിരുന്നില്ലേ? അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ വഹ്ദഹു, അവൻ മാത്രമേ ഉള്ളൂ, അവന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പലരും നിങ്ങളോട് പറഞ്ഞപ്പോൾ കഫർത്തും, നിങ്ങളത് നിഷേധിച്ച് തള്ളിയില്ലേ? അല്ല പറയുന്ന മറുപടി ഒന്ന് കേട്ട് മനസ്സിലാക്കി, ഇനിയെങ്കിലും തൗബ ചെയ് മനസ്സിലാക്ക്. വഹ്ദഹു ഗഫർതും വയുശ്റക് ബിഹി തുഅ്മിനു. ശിർക്കിന്റെ കോട്ടയിലേക്ക് പോയാൽ നിനക്ക് കുഞ്ഞുണ്ടാവും, നിനക്ക് വീട് വെക്കാൻ പറ്റും, നിനക്ക് നിന്റെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്ന് ശിർക്കിന്റെ വഴികളിലേക്ക് നിന്നെ തെളിച്ചു വിട്ടപ്പോൾ തുഅ്മിനു, നീ അത് വിശ്വസിച്ചു. ഇപ്പോൾ അന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു, നീ ഒരു തെറ്റിലേക്ക് വീണാൽ അതിനും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു എങ്കിൽ ഓർത്തോ, ഫൽ ഹുക്മു ലില്ലാഹ്. ഇന്നത്തെ രാജാധികാരം എനിക്ക് മാത്രമാണ്, എനിക്കല്ലാതെ ഇവിടെ ചലിക്കാൻ ആർക്കും അനുവാദമില്ല. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ മറുപടി. വീണ്ടും രണ്ടാമത്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. ഞങ്ങൾ ഇപ്പൊ ഇതെല്ലാം കണ്ടു അല്ലാഹ്. അബ്സർന, ഞങ്ങൾക്ക് ബോധ്യമായി അല്ലാഹ്, മനസ്സിലായി അല്ലാഹ്. വസമിഅന, ഞങ്ങളിപ്പോ കേട്ടു അല്ലാഹ്. ഫർജിഅന, ഒന്ന് റിട്ടേൺ അടിക്ക് റബ്ബേ, ഒന്ന് മടക്ക് റബ്ബേ, ഒന്ന്
മടക്ക് റബ്ബേ, ഒരു ചാൻസ് താ റബ്ബേ. നഅമൽ സാലിഹ, ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാമല്ല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ എത്തിക്കൊള്ളാമല്ല. സദഖകൾ ചെയ്യാമല്ല. സകാത്ത് വാരിക്കോരി കൊടുത്തോളാമല്ല. അമ്പര ചുംബികളായ കൊട്ടാരങ്ങൾ വെക്കില്ല അല്ലാ. നഅമൽ സാലിഹൻ, സുഹൃതങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുവല്ലോ. ഇന്നാ മുഖിനൂൻ, ഉറപ്പിച്ചു പറയുന്നു അല്ലാ, ഉറപ്പിച്ചു പറയുന്നു അല്ലാ, പറപ്പിച്ചു പറയുന്നു അല്ലാ. പടച്ച തമ്പുരാനോട്, അല്ലാഹുവിനോട് കെഞ്ചി കെഞ്ചി പറയുമ്പോ പടച്ചവന്റെ മറുപടി അല്ലാ പരിഹസിച്ചുകൊണ്ട് ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ ഇന്നാ നസീനാകും ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദ് ബിമാ കുൻതും തഅമലൂൻ. ആരുമില്ല പടച്ചവന്റെ മുന്നിൽ രണ്ടാമത് കെഞ്ചി കെഞ്ചി യാചിക്കുമ്പോ അള്ളാന്റെ മറുപടി പരിഹസിച്ചുകൊണ്ട് അള്ളാഹു പറയും, രുചിക്കടാ രുചിക്കടാ ബിമാ നസീതും, നീ മറന്നതിന്റെ ഫലമായി രുചിക്കടാ, നീ മറന്നതിന്റെ കാരണമായി രുചിക്കടാ. ലിഖാ യൗമികും ഹാദാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പലരും മൈക്ക് കെട്ടി നിന്നോട് പറഞ്ഞിട്ട് നീ അത് തിരസ്കരിച്ചവനല്ലേ, നിഷേധിച്ചവനല്ലേ. നീ രുചിച്ചോ, അന്ന് നീ എന്നെ മറന്നെങ്കിൽ ഇന്നാ നസീനാകും, ഇപ്പോൾ നാം നിങ്ങളെ മറന്നിരിക്കുന്നു. ഫദൂഖൂ അദാബൽ ഖുൽദ്, നിത്യമായ നരകത്തിലേക്ക് പോയിക്കോ. ബിമാ കുൻതും തഅമലൂൻ, നീ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിത്യമായി നീ നരകത്തിലേക്ക് പോയിക്കോ. ഇപ്പൊ എനിക്ക് നിങ്ങളെ അറിയേയില്ല. അല്ലാഹു പറയാണ്, ഇന്നാ നസീനാകും, ഞാൻ നിങ്ങളെ മറന്നു. പിന്നെയും രക്ഷയ്ക്ക് വേണ്ടി യാചിക്കും, പിന്നെയും യാചിക്കും. നമ്മളൊരു കേസ് ഫയൽ സ്വീകരിച്ചു, ഔട്ടായി പോയി, കൊടുക്കൂലേ വീണ്ടും അപ്പീല്, പിന്നെ ഔട്ടായി, പിന്നെയും കൊടുക്കൂലേ. കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, അവിടുന്ന് സുപ്രീം കോടതി, എത്രത്തോളമെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അവിടെ ഇവിടെ ദുനിയാവിൽ വാദിക്കുമെങ്കിൽ ഇതേപോലെ നാളെ ആഖിറത്തിൽ നീ വാദിക്കും. മൂന്നാമത് വീണ്ടും നീ യാചിക്കുകയാണ് അല്ലാഹുവിന്റെ മുന്നിൽ. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, ഒന്നിറക്കിത്ത, ഒരു ചാൻസ് കൊടുത്ത, ഇനി ഞങ്ങൾ ചെയ്യാത്ത എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം, എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ അല്ലാഹുവിന്റെ മറുപടി, മൂന്നാമത് അല്ലാഹുവിന്റെ മറുപടി, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. മഴ പെയ്യുന്നു, അല്ല മഴ പെയ്യട്ടെ, അൽഹംദുലില്ലാ. നാളെ ആഖിറത്തിൽ രക്ഷപ്പെട്ട് മഴ, അവിടെ മഴ പെയ്താൽ ഓടുവോ? നിർത്താൻ പോവാണ്, വിശപ്പടിക്കുന്നതായിരിക്കും. നരകത്തിൽ പോകുന്നുള്ള രക്ഷപ്പെടുത്താൻ വേണ്ടി നസീഹത്ത് കൊണ്ടൊരു ഗുണം കിട്ടിയാൽ അൽഹംദുലില്ലാ. അതൊന്നും പറയല്ലേ ഉസ്താദ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങൾക്ക് നല്ലപോലെ നടക്കേണ്ടി വരും. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മഴയൊന്നും ഇൻഷാ അല്ലാഹ് പെയ്യുള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ, നാലാമത്തെ ദുആ കഴിഞ്ഞിട്ടേ പെയ്യുള്ളൂ. ഇതിൻ്റെ അങ്ങോട്ട് വിളിച്ചത് പ്രസംഗിക്കണമെന്ന് കേട്ട് മനസ്സിലാക്കട്ടെ, വേണ്ടേ? വന്ന് നിർത്തിയാക്കട്ടെ, രണ്ട് ദുആ കണ്ടു. ആഖിറത്തിൽ യാചിക്കുകയാണ്. ഖുർആൻ യാചിക്കുകയാണ്, കെഞ്ചുകയാണ് അള്ളാന്റെ അടുക്കൽ ഒരു ചാൻസിന് വേണ്ടി കെഞ്ചുന്ന രംഗം. മൂന്നാമത് കെഞ്ചുമ്പോൾ അള്ളാഹ് പറയുന്നത് എന്താ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. നിങ്ങൾക്ക് ഞാൻ സമയം തന്നില്ലേടാ, നിനക്ക് ഞാൻ സമയം തന്നില്ലേ? അവലം നുഅമ്മിറുകും, നിങ്ങൾക്ക് ഞാൻ ആയുസ് കൂട്ടി തന്നില്ലേ? മാ യതദക്കറു ഫീഹി, ചിന്തിക്കാൻ. മൻ തദക്കറ വജാഅകുമുൻ നദീർ. എത്ര പ്രവാചകന്മാർ നിങ്ങളിലേക്ക് വന്നു, എത്ര സഹാബത്ത് വന്നു, എത്ര മൗലിയമാര് വന്നു, എത്ര പ്രബോധകർ വന്നു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ? പിന്നെന്തിനാ എന്നോട് ഇപ്പോൾ യാചിക്കുന്നത്? നിങ്ങളെ കുറിച്ച്, എന്നെ കുറിച്ച് പറയാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ശരിയാണോ? ഓക്കെ, ശരിയാണ് എന്ന് സമ്മതിക്കുന്ന നാലാമത്തെ ദുആ, നാലാമത്തെ യാചന. അതോടെ പറഞ്ഞ നിർത്തും.
ഇവരിങ്ങനെ വന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ഒന്ന് ചെറിയ ഒരു സഹായങ്ങൾ ചെയ്താൽ അൽഹംദുലില്ലാഹ് വലിയ ഉപകാരം. ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ദുആയിൽ നമ്മുടെ ഈ സദഖയുടെ ദുആയും കൂടെ അല്ലാഹ് കബൂലാക്കും ഇൻഷാ അല്ലാഹ്. ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി കെഞ്ചുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. പടച്ചവനെ, ഈ കൂട്ടരിൽ ഞങ്ങളെ പെടുത്തരുത്. അതുകൊണ്ട് യാ അല്ലാഹു, പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ 4ാമത്തെ ദുആ ചെയ്യുന്നതിന് മുമ്പ് അവസാനം അല്ലാഹ് കടുപ്പമായ ഒരു വാക്ക് പറയും. കടുപ്പമായ ഒരു വാക്ക്. ആ വാക്കോടുകൂടി അല്ലാഹു തആല ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ സുഹൃത്തുക്കൾ ത്യാഗം ചെയ്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ അണിനിരത്തി നിങ്ങൾക്ക് വേണ്ട നസീഹത്തുകൾ ചെയ്യിക്കാൻ വേണ്ടി ഒരു പറ്റം യുവാക്കൾ ഇവിടെ തയ്യാറെടുത്ത് അള്ളാഹു അവർക്ക് അനുകൂലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറം അവർക്ക് അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രവർത്തനത്തെ സാലിഹായ കർമ്മമാക്കി അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ഓട്ടവും അവരുടെ എല്ലാ പരിശ്രമങ്ങളും ഒരു സാലിഹായ കർമ്മമാക്കി അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. അവരുടെ ഈ ചെറിയ സംഘടനയുടെ പേരിൽ, അവരുടെ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിന്, ഈ നാട്ടുകാർക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർക്ക്, വീടില്ലാത്തവർക്ക്, മയ്യത്തിന് കഫൻ തുണി വാങ്ങൽ, ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, നന്മയ്ക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാൻ അവരൊരു ചെറിയ സദഖ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ സദഖയും കൂടെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ചോദിക്കാം, യാ അല്ലാഹ്, ഞങ്ങളുടെ റൂഹ് നീ പിടിക്കുമ്പോൾ അള്ളാഹുവെ നല്ല നിലയിൽ പിടിക്കണേ. ഖബർ പറയുന്ന രംഗവും ആ ബാക്കിയുള്ള ആയിഷാബി പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ പറയുന്നില്ല. ഖബറിനകത്ത് കിടക്കുന്ന ശിക്ഷകൾ അനുഭവിക്കുന്ന ആ രംഗം റസൂൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രവാചകൻ പറയാണ്, ഖബറുകളിൽ നിങ്ങൾ വേദനിക്കുന്നത് ഞാൻ കാണുന്ന സഹാബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്നിട്ട് 4 ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. റസൂൽ പഠിപ്പിച്ച. എന്തായാലും എന്റെ ഈ വർഷത്തെ പ്രഭാഷണത്തിന്റെ നാളെയും കൂടെ ആവുമ്പോ തീരും. ഇത്തിരി സമാധാനമായി അൽഹംദുലില്ലാഹ്. അതും കൂടെ ഒന്ന് ദുആ ഒന്ന് പഠിപ്പിച്ചു തന്നിട്ട് നമുക്ക് പോകാം. സഹാബാക്കൾ പറയാണ്, നബി ഞങ്ങൾക്ക് ഈ ദുആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. കമാ യുഅല്ലിമു സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സൂറത്ത് റസൂലുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ ഈ ദുആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഹദീസിൽ കാണാം. അത് ഏത് ദുആ? റസൂലുള്ളാഹി പഠിപ്പിച്ച 4 ദുആ. അത് നിങ്ങൾ ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് ഖബറിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാം. ഒരു 50 പേര് 1000 രൂപ വെച്ച് പറഞ്ഞാൽ 50,000 ആയി അല്ലേ? എളുപ്പം എന്നുള്ളൊരു പരിപാടിയാണ്. നല്ല ഈ പരിശുദ്ധമായ സദസ്സിൽ ഈ ബർക്കത്തായ സദസ്സിൽ ആ പൈസ നഷ്ടപ്പെടുത്തുകയില്ല അവർ. അൽഹംദുലില്ലാഹ്, നിങ്ങളിപ്പോ ഒന്ന് വാഗ്ദാനം ചെയ്താൽ അവരത് വാങ്ങിക്കൊള്ളും. ഒരു നന്മയ്ക്ക് പണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ സംഘടനയൊക്കെ രൂപീകരിച്ച് അൽഹംദുലില്ലാഹ് നന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അൽഹംദുലില്ലാഹ് നടക്കും. അതിന്റെയൊക്കെ ഒരു ഭാഗമാണിത്. എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ വിജ്ഞാനത്തിന്റെ സദസ്സിലാണ്. നിങ്ങളെക്കാട്ടിലും ക്ഷീണിതനാണ് ഞാൻ. നിങ്ങളിപ്പോ ഒരു പക്ഷേ ആഹാരം കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. വിശന്ന് വന്നതാണ്, വെള്ളം കുടിച്ചിട്ട് കയറി. നിങ്ങളും വിശന്നിരിക്കുന്നു, ഞാനും വിശന്നിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒന്ന് പെട്ടെന്ന് ഈ പരിശുദ്ധമായ സദസ്സിൽ അൽഹംദുലില്ലാഹ് ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂടുതൽ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ, പിരിപ്പിക്കാതെ ഒന്ന് ഓരോരുത്തർ 1000 രൂപ എഴുന്നേറ്റൊന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകരെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അവരൊന്ന് അവരുടെ അടുക്കൽ ഒരു ചെറിയ ഏട് കാണും, അതിനകത്ത് നിങ്ങളൊന്ന് പറഞ്ഞാൽ അത് അവർ പിന്നീട് നിങ്ങൾ സൗകര്യം പോലെ കൊടുത്താൽ മതി. സദഖ അത് പാവപ്പെട്ടവർക്കും അർഹമായവർക്കും അർഹതയുള്ളവർക്കും വേണ്ടി കൊടുക്കും. ഇതിന്റെ ചെലവിനൊക്കെ അവർ സ്വന്തമായി പൈസ എടുത്താണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഇൻഷാ അല്ലാഹ് ഒന്ന് നിയത്ത് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ദുആയി ഒന്ന് പഠിപ്പിച്ചരണം. ഈ 4ാമത്തെ നമ്മൾ അവിടെ യാചിക്കാൻ പോകുന്ന ആ രംഗവും ഒന്ന് പറയണം. ശേഷം നമുക്ക് ഈ മുബാറക്കായ മജ്ലിസിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ വേളയിൽ നമുക്ക് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിയാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഴ വരുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين. اللهم بارك لنا في شعبان وبلغنا رمضان. اللهم وفقنا للقيام والصيام وتلاوة القرآن على الوجه الذي يرضيك عنا يا رب العالمين. റഹ്മുറാഹിമായ അല്ലാഹുവേ, കരുണയുള്ള തമ്പുരാനെ, ഖാദിറായ അല്ലാഹ്, മാലിക്കായ അല്ലാഹ്, റഊഫായ അല്ലാഹ്,
റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, നിന്നോട് ചോദിക്കുന്നു അല്ലാഹുവേ. മറ്റാരോട് ചോദിക്കാനാണ് അല്ലാഹുവേ? ആരോട് ചോദിച്ചാൽ കിട്ടും അല്ലാഹുവേ? നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു യാ അല്ലാഹ്. നാളെ നിന്റെ മുന്നിൽ വന്ന് യാചിക്കുന്ന ഗതികേട് വരുത്തല്ലേ അല്ലാഹുവേ. ഇപ്പോൾ യാചിക്കുന്നു അല്ലാഹുവേ. ഞങ്ങളുടെ വിവരമില്ലായ്മയുടെ പേര് പലതും ചെയ്തു പോയി അല്ലാഹ്. നീ പൊറുത്തുക അല്ലാഹ്, നീ പൊറുത്തുക അല്ലാഹ്, നീ പൊരുത്തപ്പെട്ടത് അല്ലാഹ്. ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹു, ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ദുനിയാവിൽ വെച്ച് മാത്രമേ ഞങ്ങൾക്ക് അവർക്ക് വലുത് ചെയ്യാൻ കഴിയുമല്ല. ഈ പള്ളിക്കാട്ടിൽ അല്ലാഹുവേ കൂരിരുട്ടിൽ ഇരുണ്ട തുരുത്തിൽ കഴിയുകയാണ് തമ്പുരാനെ. യാ അല്ലാഹ്, അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്, ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ലോകത്തിന്റെ നാനാഭാഗത്ത് മരണപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ, അവരുടെ മണ്ണറയെ മണിയറയാക്കണേ അല്ലാഹ്, മണ്ണറയെ മണിയറയാക്കണേ അല്ലാഹ്, മണ്ണറയെ മണിയറയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ജീവിച്ചിരിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹുവേ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. നരകത്തിന്റെ കാര്യം പറഞ്ഞു റബ്ബേ, കേട്ടു റബ്ബേ. ഖബറിന്റെ കാര്യം പറഞ്ഞു റബ്ബേ, കേട്ടു റബ്ബേ. ഞെരുക്കിപ്പിക്കല്ലേ അല്ലാഹ്, ഖബർ ഞങ്ങൾ ഞെരുക്കല്ലേ അല്ലാഹ്, തീ കൊണ്ട് നിറയ്ക്കല്ലേ അല്ലാഹ്, നൂറ് കൊണ്ട് നിറക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, നിന്നോട് തൗബ ചെയ്യുന്നു അല്ലാഹുവേ. ഞങ്ങൾ നമസ്കാരമില്ലാത്തവരായിരുന്നു യാ അല്ലാഹ്. ഇനി മുതൽ ഞങ്ങൾ അനുസരിക്കുന്നു അല്ലാഹുവേ. അനുസരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. ജമാഅത്തായി നമസ്കരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. ജമാഅത്തായി നമസ്കരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. അവ്വൽ തക്ബീറോടെ നമസ്കരിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. ഒരുപാട് പേര് രോഗികളുണ്ട് യാ അല്ലാഹുവേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് യാ അല്ലാഹുവേ. കുഞ്ഞുങ്ങൾ രോഗികളായി കിടക്കുന്നവരുണ്ട് റബ്ബേ. വീട്ടിലും ആശുപത്രികളിൽ രോഗികളായി തളർന്നു കിടക്കുന്നവരുണ്ട് യാ അല്ലാഹ്. അത്യസന്ന നിലയിൽ കിടക്കുന്നവരുണ്ട് യാ അല്ലാഹ്. നിന്നോടല്ലാതെ മറ്റാരോട് ചോദിക്കാൻ യാ അല്ലാഹ്? ഒരു ഡോക്ടറിനോ ഒരു മരുന്നിനോ കഴിവില്ല യാ അല്ലാഹ്. ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ്, നിന്നോട് യാചിക്കുന്നു അല്ലാഹ്. അവരുടെ രോഗങ്ങളെ തൊട്ട്, ഞങ്ങളുടെ രോഗങ്ങളെ തൊട്ട് വിശിഷ്യ ഈ പരിശുദ്ധമായ സദസ്സിൽ സദഖകൾ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചവരുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായ ഒരു കുഞ്ഞുകാല് കാണാത്തവരുണ്ട് യാ അല്ലാഹ്. അതിനുള്ള വഴികൾ നീ അവർക്ക് എളുപ്പമാക്കി കൊടുക്കു തമ്പുരാനെ. അവരുടെ രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ല, അപകടങ്ങളെ തൊട്ട് കാക്കണമല്ല, പന്നിപ്പനിയെ തൊട്ടും ഡെങ്കിപ്പനിയെ തൊട്ടും ജപ്പാൻ പനിയെ തൊട്ടും കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാ. കടക്കാരിക്കൂട്ടത്തിലുണ്ടല്ല, കടക്കാരുണ്ടല്ല, വീട് പണയത്തിലായവരുണ്ടല്ല, പലിശയ്ക്ക് എടുത്തിട്ട് മടക്കി കൊടുത്തുകൊണ്ട് പടച്ചവരെ സമ്പത്തിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹതഭാഗ്യരിക്കൂട്ടത്തിലുണ്ടല്ല. ഒരു സമയത്ത് ഞങ്ങൾ ചെയ്തു പോയതാണ് നാഥാ, പശ്ചാത്തലിക്കുന്നുവല്ല. കടക്കണിയിൽ പെട്ടവരെ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അവരുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു രൂപയുടെ കടം പോലുമില്ലാതെ പരിപൂർണമായി കടങ്ങളെല്ലാം വീട്ടപ്പെട്ട അവസ്ഥയിൽ അവിടെ മയ്യത്ത് നീ പള്ളിയിലേക്ക് കൊണ്ടുവരണേ അല്ലാ. ഗൾഫിൽ ജോലി ചെയ്യുന്ന മക്കൾ, സഹോദരങ്ങൾ, യാ അല്ലാഹുവേ, അവരുടെ ഗൾഫ് ജീവിതം നീ സുഗമമാക്കണമേ തമ്പുരാനെ. ഗൾഫിന്റെ എല്ലാ അവസ്ഥകളും അനുകൂലമാക്കി കൊടുക്കു തമ്പുരാനെ. അതിലൂടെ കടങ്ങൾക്ക് പരിഹാരം കാണണേ അല്ലാ. രോഗികളായ സഹോദരങ്ങൾ ഈ വിനീതന്റെ കൈക്ക് പിടിച്ച് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു. ഒരുപാട് പേര് സദഖകൾ ഇവിടെ വെച്ച് നൽകി. രഹസ്യമായി ചെയ്തവരും ശാരീരികമായി സാമ്പത്തികമായി ഈ പരിപാടിയോട് സഹകരിച്ചവരും, അല്ലാഹുവേ, ഇതിനു വേണ്ടി ഓടി നടന്ന യുവാക്കൾ, ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, ഇതിനു വേണ്ടി പല കാര്യങ്ങൾ സ്പോൺസർ ചെയ്ത് ഏറ്റവർ, ഇവിടെ വന്ന് പ്രസംഗിച്ച ഉസ്താദുമാർക്ക് ആഹാരം കൊടുത്തവർ, യാ അല്ലാഹുവേ, ഇവരെ എല്ലാം നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു നാഥാ. അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് അർഹമായ കൂലി നൽകണേ അല്ലാ. അവരുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ എല്ലാ ഇടപാടുകളും ഖൈറായ ഇടപാടുകളാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ആലിമീങ്ങളായ ഞങ്ങളെ അല്ലാഹുവേ ഉഖറവിയായ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, കരുണയുള്ള അല്ലാഹുവേ, ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന, ഇൽമ വിറ്റ് ജീവിക്കുന്ന ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ.
ഹജ്ജിന് പോകാൻ നിയ്യത്ത് ചെയ്തവരും അള്ളാഹുവെ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവരും അതിനുവേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവരും അതിന് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നവരും ഒക്കെയുണ്ട്. അള്ളാഹുവെ യാ അല്ലാഹ് അവരുടെ യാത്ര എളുപ്പമാക്കുകയും ആ ഹജ്ജിനെ മഖ്ബൂലും മബ്റൂറുമാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അല്ലാഹ്. ആരുടെയെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, അവരുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും ദൃശ്യങ്ങളും അദൃശ്യങ്ങളും എല്ലാം അറിയുന്ന കോനെ അവരുടെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. എല്ലാവരോടും ഈ വിനീതൻ ആത്മാർത്ഥമായ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി ഈ പ്രസംഗ പരിപാടി സംഘടിപ്പിച്ചവർക്ക് അഗൈതവമായ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.